Hi everyone, welcome back to another vlog. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ I am Anjali and you are watching Tiny Tales by Anjali. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. സോ വിഷ് മീ ഹാപ്പി ബർത്ത്ഡേ. സോ ബർത്ത്ഡേ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല. സോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇവിടെ അടുത്ത് വാല്യൂ സോൺ എന്ന് പറഞ്ഞൊരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയൊരു നല്ലൊരു കോട്ടൺ ഡ്രസ്സാണ്. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് ഞാനും എൻ്റെ അനിയനും കൂടി രാവിലെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഇന്ന് നമ്മുടെ വീടിൻ്റെ ഗേറ്റ് വെക്കുകയായിരുന്നു അവർ. സോ അത് കാണാൻ വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ പുതിയ വീട്ടിൽ പോയി. സോ പപ്പ ആൻഡ് എൻ്റെ ബ്രദർ രണ്ടുപേരും കൂടിയാണ് ഗേറ്റ് വെക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു പൂജയൊക്കെ ചെയ്ത് പൂവൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ച് തേങ്ങയൊക്കെ ഉടച്ച് പിന്നെ മത്തങ്ങയാണോ കുമ്പളങ്ങയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ സാധനത്തിൻ്റെ പേര്. അതും കൂടെ നമ്മൾ കർപ്പൂരം വെച്ച് ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ ഗേറ്റിൻ്റെ ഫ്രണ്ട് വെച്ച് അതിങ്ങനെ ഉടയ്ക്കും. അപ്പോൾ എന്നിട്ട് പിന്നെ മേസ്ത്രി വന്നിട്ട് ബാക്കി ഫുൾ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീട്. ഏകദേശം വർക്കൊക്കെ തീരാറായി. ഇനിയിപ്പം ഫെൻസിങ് ഒക്കെ കെട്ടണം, പിന്നെ ഫ്ലോറിങ്ങും പിന്നെ കറണ്ടിൻ്റെ ആ പണിയൊക്കെ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി ABSൽ പോയി, അബ്സല്യൂട്ട് ബാർബിക്യൂസിൽ. അപ്പോൾ ഞാൻ ഇനിയിപ്പം 2 ഡേയ്സും കൂടെ കഴിഞ്ഞാൽ തിരിച്ച് ദുബായിലേക്ക് പോകും. സോ അതിന് മുമ്പ് നമ്മൾ ഫാമിലിയായിട്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാനിപ്പോൾ ഇവിടെ പോയത്. നമ്മുടെ അടുത്ത് തന്നെയുണ്ട് അബ്സല്യൂട്ട് ബാർബിക്യൂ. സോ എൻ്റെ പേരൻസ് ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. സോ നമ്മളെല്ലാവരും കൂടെ അവിടെ പോയി ലഞ്ച് കഴിക്കാൻ വേണ്ടി. നല്ല ഫുഡായിരുന്നു, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോൺ വെജ് ആണിത് ബുക്ക് ചെയ്തിരുന്നത്. സോ നോൺ വെജിൽ കുറേ അധികം ഉണ്ടായിരുന്നു. സ്റ്റാർട്ടേഴ്സായിട്ടും ഉണ്ടായിരുന്നു, പിന്നെ മെയിൻ കോഴ്സ് ഉണ്ട്, പിന്നെ ഡിസേർട്ട് ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാം അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ലൈവ് കോൺടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ബർത്ത്ഡേക്കുള്ള സെലിബ്രേഷന് വേണ്ടിയിട്ട് അവരൊരു കേക്കൊക്കെ കൊണ്ടു തന്നു. സോ അങ്ങനെ ഞാൻ അവിടെ വെച്ചും ഒരു കേക്ക് വെച്ചു. സോ അവർ കേക്കൊക്കെ കൊണ്ടു തന്നു, പിന്നെ പാട്ടൊക്കെ വെച്ചു, പുറകെ ബാനറൊക്കെ പിടിച്ച് അങ്ങനെ കുറേ പാട്ടൊക്കെ അവർ പ്ലേ ചെയ്ത് അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ഇത്തവണത്തെ എൻ്റെ ബർത്ത്ഡേ ഫാമിലിയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പം നമ്മളവിടെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഒരു കേക്ക് കൊണ്ടുവന്നത്. സോ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോന്നു. സോ ഇതായിരുന്നു എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ. ഐ വാസ് സോ ഹാപ്പി ബിക്കോസ് ഒരു 2-3 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ ഫാമിലിയുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ I was so happy, but at the same time I missed my husband as well because ഇത് നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. എനിവേസ് കുഴപ്പമില്ല, തിരിച്ച് വന്നു കഴിഞ്ഞിട്ടും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. സോ അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ ഒരു കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് അത് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ നൈറ്റ് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ആ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തവണ അവൻ വാങ്ങിയ കേക്ക് പിസ്ത ഫ്ലേവറിലുള്ള കേക്ക്, നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ഇവിടെ അടുത്തുള്ള വൺ ഓഫ് ദി ഫേമസ് ബേക്കറീസ് നിന്ന് വാങ്ങിയ ഒരു കേക്കായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കേക്കായിരുന്നു. എനിക്ക് ആക്ച്വലി അവിടുത്തെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൈദരാബാദിലുള്ള കേക്ക്സ് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള കേക്ക്സ് ആണ് അവിടെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കേക്ക്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അനൂപിനെ വീഡിയോ കോൾ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, പിന്നെ എല്ലാവർക്കും കൊടുത്തു. പപ്പ അവിടെ നിന്ന് ഭയങ്കര കോമഡി ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ ചിരിയാണ് ഞാൻ ആ കാണുന്നത്. എന്നിട്ട് പിന്നെ ഇതായിരിക്കുന്നു, ഇപ്പം നമ്മളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്തിട്ട്. പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. അങ്ങനെയായിരുന്നു എൻ്റെ ഇത്തവണത്തെ ഒരു ബർത്ത്ഡേ. വെരി നോർമൽ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഇതായിരുന്നു എൻ്റെ ഇത്തവണത്തെ ബർത്ത്ഡേ. ഫാമിലിയുടെ കൂടെ ആയിരുന്നുള്ളതായിരുന്നു വലിയൊരു ഹാപ്പിനെസ്. സോ അത് കഴിഞ്ഞ് പിന്നെ 1 ഡേ ആയപ്പോഴത്തേക്കിനും എനിക്ക് പോകാനുള്ള തിരക്കായി, പിന്നെ പാക്കിങ്ങും ഈ ബഹളമൊക്കെ ആയിരുന്നു. സോ അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഈ വർഷത്തെ ഒരു ബർത്ത്ഡേ വ്ലോഗ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.